എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1888 ദിവസത്തെ മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷത്തെ മൗന പ്രാർത്ഥന. നന്ദി. നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തിന്, കൊച്ചു കേരളത്തിന് 69 വയസ്സ് തികയുകയാണ്. അപ്പം IFPH കേരളപ്പിറവി ദിനം ആചരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ അഭിമാനമായി മാറിയ ഹോമിയോപ്പതി അഡ്വൈസർ ഡോക്ടർ പ്രീതയെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി സംഘടിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഹോമിയോപ്പതിക്ക് ധാരാളം മുമ്പോട്ട് പോകാനുണ്ട്, ധാരാളം പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു എക്സ്ചേഞ്ച് പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിട്ട് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മുടെ കോളേജുകൾ, 3 കോളേജുകളിലെ പ്രധാനപ്പെട്ട വ്യക്തികളെ കൂടെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും തമ്മിലൊരു നല്ലൊരു കണക്ടിവിറ്റി ആവശ്യമാണ്. ഇന്ത്യ വികസിത രാജ്യമാകുമ്പോഴത്തേക്ക് ഹോമിയോപ്പതി വികസിക്കണം എന്നൊരു സ്വപ്നം കൂടി IFPH കാണുന്നുണ്ട്. ഈ പരിപാടിക്ക് ഔപചാരികമായിട്ട് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ഡോക്ടർ ഷൈലെ ആദരവും ക്ഷണിക്കുന്നു. ഡോക്ടർ ഷൈല. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ 1888 ദിവസമായ ഇന്ന് കേരളപ്പിറവി ദിനവുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേക പരിപാടിയാണ്. ഇന്ന് ഈ പ്രോഗ്രാമിലെത്തുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കടമ. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ആദ്യമായി ഇന്ന് ഈ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാനായി എത്തുന്നത് നമ്മുടെ ആദരണീയനായ പ്രസിഡന്റ് ഡോക്ടർ ഇസ്മായിൽ സെഡ് സാറാണ്. സാറിനെ വളരെ ആദരപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ഡോക്ടർ പ്രീത കിഴക്കൂട്ടിൽ ആണ്. ഡോക്ടർ ഹോമിയോപ്പതി കേന്ദ്ര ഗവൺമെന്റിൽ അഡ്വൈസറി ബോർഡിൽ നാമനിർദ്ദേശം ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ്. ഡോക്ടറെയും വളരെ സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്ന് നമുക്ക് ആശംസകൾ അർപ്പിക്കുവാനായി എത്തുന്നത് ഒന്ന് ഡോക്ടർ TK വിജയൻ സാറാണ്. അദ്ദേഹം ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ ആൻഡ് കൺട്രോളിംഗ് ഓഫീസറാണ്. അദ്ദേഹത്തെയും വളരെ സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് അജയൻ സാറാണ്. അദ്ദേഹം നിരവധി തവണ ഇവരെല്ലാം തന്നെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം മാനേജറാണ് വിദ്യാധിരാജ NSS ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിന്റെ. കൂടാതെ അദ്ദേഹം കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റും സീനിയർ കൺസൾട്ടന്റും ഒക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിന് വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഡോക്ടർ സുഗതൻ സാറാണ്. അദ്ദേഹം ശാരദാകൃഷ്ണ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളാണ്. ഒരു 5 രൂപയാണോ 10 രൂപയാണോ ഉണ്ടെങ്കിൽ എല്ലാ അസുഖത്തിനും പരിഹാരം ഉണ്ടാകും എന്ന് റേഡിയോയിലെല്ലാം അല്ലെങ്കിൽ TV-യിലൊക്കെ നമുക്ക് പരസ്യങ്ങളൊക്കെ എത്താറുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നും ശാരദാകൃഷ്ണ മെഡിക്കൽ കോളേജിൽ പോകുന്ന പേഷ്യൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടുള്ള അദ്ദേഹത്തെയും വളരെ സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ സംഘടനയുടെ ആദരണീയനായ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഷാജി കുടിയാട്ട് ഡോക്ടറാണ്. അദ്ദേഹത്തിനെയും വളരെ ആദരപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രോഗ്രാമിൽ നന്ദി പറയുവാനായി എത്തുന്നത് പരീത് ബാവാഖാൻ സാറാണ്. അദ്ദേഹം സ്റ്റേറ്റ് ഗവൺമെന്റിൽ ഉന്നത തലങ്ങളിലെല്ലാം പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള സാറാണ്. അദ്ദേഹം വളരെ ഒരു ഹോമിയോപ്പതി സ്നേഹി കൂടിയാണ്. അദ്ദേഹത്തിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ മനോജ് ഡോക്ടറാണ്. മനോജ് ഡോക്ടർ നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിലുള്ള വിശേഷാൽ പരിപാടികളെല്ലാം നല്ല ഗസ്റ്റുകളെയൊക്കെ കൊണ്ടുവന്ന് സമ്പുഷ്ടമാക്കിക്കൊണ്ടിരിക്കുന്ന ഡോക്ടറാണ്. കൂടാതെ ഇന്നത്തെ മോഡറേറ്റർ കൂടിയായ മനോജ് ഡോക്ടറെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇത്രയും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ എൻ്റെ കർത്തവ്യം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നന്ദി ഷൈല ഡോക്ടറെ. അപ്പൊ നമ്മുടെ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്ന ആദ്യം ഉദ്ഘാടനമാണ്, അത് കഴിഞ്ഞിട്ട് ആശംസകളാണ്, അത് കഴിഞ്ഞ് നമ്മുടെ ആദരണീയായ ഗസ്റ്റിന് മറുപടി
എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, ഭാവിയിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നുള്ള പ്രതീക്ഷകളോട് പങ്കുവെക്കുകയാണ്. അങ്ങനെയാണ് 1 മണിക്കൂർ കൃത്യം 10:30 നമുക്ക് നിർത്തുകയും ചെയ്യാം. ഉദ്ഘാടന ചടങ്ങിലേക്കായിട്ട് നമ്മുടെ ആദരണീയനായ കേരളത്തിന്റെ ജ്യേഷ്ഠൻ കൂടിയായ ഇസ്മായിൽ സേഠ് സാറിനെ, കാരണം കേരളത്തിന് 69 വയസ്സ്, സാറിന് അതിന് മുകളിലെ വയസ്സായി. അപ്പൊ അതുകൊണ്ട് സേഠ് സാറിനെ ആദരവ് ക്ഷണിക്കുന്നു. സാറ്, സേഠ് സാറേ. കാണാമോ? കേൾക്കാമോ? കേൾക്കാം സാർ, കേൾക്കാം. കാണുന്നില്ല അല്ലേ? ഇല്ല, എല്ലാവരുടെ മനസ്സിൽ സാർ ഉണ്ടല്ലോ, കുഴപ്പമില്ല. പറയൂ സാർ, കേൾക്കാം. അൺമ്യൂട്ട് ചെയ്യണേ, മ്യൂട്ടായിപ്പോയി, അൺമ്യൂട്ട് ചെയ്യണേ. ശരി സാർ. അപ്പൊ കാണാൻ ചെയ്യാൻ തോന്നുന്നു അല്ലേ? കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. എന്നെക്കാളും എൻ്റെ ഇളയ സഹോദരൻ കേരളത്തിനെ ഞാൻ അംഗീകരിച്ചുകൊണ്ട് കേരള പിറവി ആഘോഷിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എനിക്ക് 76ആയി. കേരള പിറവി കേരളത്തിന് 69 വർഷമായിട്ടുള്ളൂ. അപ്പോൾ എന്നെക്കാളും 6 വയസ്സിന് ഇളയതാണ്, 6 7 വയസ്സിന് ഇളയതാണ്. അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷപൂർവ്വം ഈ ആഘോഷം ഏറ്റെടുക്കുകയാണ്. നമ്മളെല്ലാം കേരളത്തിൽ പറഞ്ഞതിൻ്റെ പേരിൽ നമുക്കെല്ലാം സന്തോഷിക്കാവുന്നതാണ്. കാരണം കേരളം പോലെ മനോഹരമായ സ്ഥലം വേറെ ലോകത്തെവിടെയില്ല കേട്ടോ. ഞാൻ ലോകത്ത് പലയിടത്തും പോയി സഞ്ചരിച്ചിട്ടുണ്ട്. ഇത്രയും മനോഹരമായ സ്ഥലം വേറെ എവിടെയില്ല എന്ന് പറയാം. ഇന്ത്യയിലെ ഉൾട്രാക്കി നോക്കിയാലും ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ് കേരളം. ആ ഏറ്റവും താഴത്ത് ഒരു നീളത്തിൽ കിടക്കുന്ന നീളത്തിൽ കിടക്കുന്ന ഒരു വടി പോലത്തെ സ്ഥാനമാണെങ്കിലും ഉള്ളിൽ ഉൾക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെയധികമാണ്. ഏറ്റവും സ്നേഹസമ്പന്നരായ ആളുകളും, ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട ആളുകളും, ബഹുമാനിക്കാൻ പറ്റിയ ആളുകളും, ഏറ്റവും അറിവുള്ളവരും എല്ലാം ഇവിടെ ചോർന്ന സ്ഥലമാണ്. നമ്മുടെ ബ്രഹ്മോസിലെ പല നേതാക്കന്മാരും, ബ്രഹ്മോസ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അറിയില്ലേ, നമ്മുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം, അതിലെ പല പ്രധാനപ്പെട്ട ആളുകളും കേരളത്തിലുള്ളവരാണ്. തുക്കാൻ പിടിച്ചത്, ആ തുക്കാൻ പിടിച്ചതിൻ്റെ സമയത്ത് നമ്മുടെ ആദരണീയ പഴയ പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ ആളുകളെ പറ്റി അദ്ദേഹം തുറന്ന മനസ്സോടെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടും ഏറ്റവും കൂടുതൽ അംഗീകാരവും തന്നവരാണ് ഇവരെല്ലാവരും എന്ന്. അപ്പം കേരളത്തിലുള്ള ആളുകളെ പറ്റി ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല, ആർക്കും ഒരു അഭിപ്രായ ഭിന്നതയുമില്ല. എല്ലാവരും യോജിച്ചു പോകുന്ന സ്ഥലമാണ്. പിന്നെ രാഷ്ട്രീയപരമായ അത് ആ രാഷ്ട്രീയത്തിൻ്റെ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കയറുമെങ്കിലും അത് കഴിയുമ്പോഴേ ബായി ആണ് എല്ലാവരും അല്ലേ? നമ്മൾ കണ്ടില്ലേ, നമ്മൾ പലപ്പോഴും കാണാറുണ്ടല്ലോ. ഇലക്ഷൻ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയലും എറി പറിച്ചലും ഒക്കെ ആണെങ്കിലും ആ ഇലക്ഷൻ കഴിഞ്ഞ് ആരാണ് തോറ്റോ ആരാണ് ജയിച്ചോ നോക്കുന്നില്ല, എല്ലാവരും സൗഹാർദ്ദമായിട്ട് മുന്നോട്ട് പോകുന്ന രാജ്യമാണ്. അത്രയും സ്നേഹമായ രാജ്യം നമുക്ക് ഇന്ത്യയിൽ കിട്ടിയത് കേരളത്തിലാണ്. ഇന്ത്യക്കാർ മൊത്തടക്കം ലോകത്തോടെ ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന സ്ഥലം കൂടിയാണ് കേരളം. പിന്നെ കേരളത്തിൻ്റെ പല ആൾക്കാരും ലോകത്തിലെ എല്ലാ സ്ഥലത്തുമുണ്ട്. ആഫ്രിക്കയിൽ പോയിക്കോട്ടെ, ആഫ്രിക്ക നടക്ക് പോയിക്കോട്ടെ, അവിടെ കാണും. അമേരിക്കയിൽ പോയിക്കോട്ടെ, അവിടെയും കാണും. റഷ്യയിൽ പോയിക്കോട്ടെ, അവിടെയും കാണും. ലോകത്തിന് എവിടെ പോയാലും മലയാളി ഇല്ലാത്ത സ്ഥലമില്ല. അത് വലിയൊരു അതിശയമാണ് കേട്ടോ. ആ മലയാളിയുടെ സ്പ്രെഡിങ്ങിനോട് ഒരു ക്യാരക്ടർ വേറെ ആർക്കും ഉണ്ടായിട്ടില്ല ലോകത്ത് പല എന്തെല്ലാം സ്ഥലങ്ങളുണ്ട്. അവിടെ എല്ലാവരും ചില സ്ഥലങ്ങളിൽ മാത്രം പറ്റിപ്പിടിച്ച് നിൽക്കുന്നതല്ലാതെ ഒരു വ്യാപകമായ അംഗീകാരമുള്ള ആരുമില്ല. കേരളം അങ്ങനെയല്ല. കേരളത്തിലെ ഓരോരുത്തരും, ഓരോ വ്യക്തിക്കും അതിയായ മഹിമയുണ്ട്, അതിന് പുതുമയുണ്ട്. അത് ലോകത്ത് എല്ലായിടത്തും എല്ലാ സ്ഥലങ്ങളിലും അവരുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ അഭികാമ്യ കാര്യം. അങ്ങനെയുള്ള കേരളത്തിൻ്റെ ഭാവി നിർണയിച്ചുകൊണ്ട് ആ പിറവിയെ ആദരിച്ചുകൊണ്ട് നമുക്ക് ഏവർക്കും ഒന്നിച്ച് നീങ്ങാം. എല്ലാവിധ ആശംസകളും ഞാൻ ഉൾക്കൊള്ളുന്നു. എല്ലാവിധ നന്ദിയും ഞാൻ രേഖപ്പെടുത്തുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും രേഖപ്പെടുത്തുന്നു. ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. ഓക്കെ സാർ, വളരെ സാറ് പറഞ്ഞ പോലെ വളരെ മനോഹരമാണ്. അതുകൊണ്ടാണല്ലോ മഹാകവി വള്ളത്തോൾ എഴുതിയത്, പച്ചയാം വിരിപ്പിട്ട് സഹ്യനിൽ തല ചാച്ചും സ്വച്ഛാബ്ദി മണൽത്തിട്ടാം പാദോപദാനം ചെയ്തു. അതെ, പള്ളി കൊണ്ടിടുന്നതിന് പാർശ്വയുഗ്മത്തെ കാത്തു കൊള്ളുന്നു കുമാരിയും ഗോകർണേശനും അമ്മ. അതാണ് കേരളം. അതുപോലെ തന്നെ തമാശയെ പറയാറുണ്ട്, നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ചെന്നപ്പോ പുറകെ ഒരാൾ വിളിക്കുന്നു, സായിപ്പെ വരൂ ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന്. അപ്പൊ മലയാളി ചന്ദ്രനിലുണ്ടെന്നുള്ള ഭാവനയാണെങ്കിൽ കൂടി സത്യമാണ്. നമുക്ക് ഇനി പറയാൻ പറ്റില്ല, അത് തമാശയായിട്ട് വന്നെങ്കിലും ചിലപ്പോ പറയാൻ പറ്റില്ല. കാരണം ആഫ്രിക്കയിലെ നടുംകാടല്
കാപ്പി വെച്ചിട്ടുള്ള ആൾ നമ്മൾ പണ്ട് വായിച്ചിട്ടില്ലേ, പഠിച്ചിട്ടില്ലേ നമ്മള്? ആ അതെ 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതെ, അത് ഞാൻ വായിച്ചത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. പഠിച്ചത് കാപ്പി കച്ചവടം, കാപ്പിയും പരിപ്പുടയും. ഓക്കെ സാർ. അപ്പൊ നമുക്കിനി അടുത്ത ആശംസകളിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ വിജയൻ സാർ ജോയിൻ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഡോക്ടർ സുഗതനിലേക്ക് പോകാം. ഡോക്ടർ സുഗതൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അഭിമാനപരമായി വളരുന്ന കോളേജാണ് ശാരദകൃഷ്ണ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ്. ഡോക്ടർ സുഗതൻ അൺമ്യൂട്ട് ചെയ്യാമോ? പോയല്ലോ. എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാര്യം വെച്ചാൽ 50 സീറ്റ് തുടങ്ങി 100 ആയി, 8 PG ഉണ്ട്, PhD ഉണ്ട്. അങ്ങനെ വളരുന്ന നല്ലൊരു സ്ഥാപനമാണ്. ഇത്രയധികം വേഗത്തിൽ വളർന്ന സ്ഥാപനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇല്ല എന്നോണം പറയാൻ. തീർച്ചയായിട്ടും അതിന് ചുക്കാൻ പിടിക്കുന്ന ഡോക്ടർ സുഗതൻ അങ്ങേയറ്റം ആദരണീയന വ്യക്തിയാണ്. ഡോക്ടർ സുഗതൻ അൺമ്യൂട്ട് ചെയ്യാമോ? ആ കോളേജിനെ പറ്റി നമ്മുടെ അവിടുത്തെ പ്രിൻസിപ്പളായിരുന്ന ആ മനയിലായിരുന്ന മോഹനം പറയുന്നതെന്നറിയോ? ആ ഇവിടെ ഓരോ കല്ലിനിടയിലും ഡോക്ടർ രവീന്ദ്രനാഥ് പേരുണ്ടെന്ന്. രവി സാറിന് ഇപ്പോൾ സ്വല്പം കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അദ്ദേഹത്തിന് ചുക്കാനാണ് ആ കോളേജ് ഇത്രയും വലുതാക്കിയത്. അതെ സത്യത്തിൽ. അതനുസരിച്ച് അവിടെയുള്ള ഡോക്ടർ സുഗതനും മോഹനും ഒക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. അല്ല, സുഗതനല്ലേ പറഞ്ഞത്? അതെ സാർ, അതെ സാർ. അതിനകത്തില്ലല്ലോ ഇല്ല ഡോക്ടർ സാർ. രവീന്ദ്രനാഥിന്റെ കാൽവെപ്പേ. അതെ. മോഹൻ അവിടെ മോഹനം പറഞ്ഞ എന്ത് ചിലവാണെങ്കിലും ഞാൻ കൊടുക്കും, എന്താണെങ്കിൽ ഞാൻ വണ്ടി വാങ്ങിച്ചു കൊടുത്തു, ഡ്രൈവർ ഏർപ്പാട് ചെയ്ത് കൊടുത്തു, എല്ലാ പ്രാവശ്യം വരാനും പോകാനും ഒക്കെ സൗകര്യം ചെയ്ത് കൊടുത്തു. മോഹനത് കോളേജ് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു, നല്ല രീതിയിൽ വളരണമെന്ന്. അതുകൊണ്ടാണ് രവീന്ദ്രനാഥ് ഏറ്റെടുത്തത്. രവിമാർക്ക് ഒരു കുഴപ്പമുണ്ടെന്ന് ചലിക്കുമല്ലോ, എന്ത് ഗുരുത്വമില്ലായ്മയാണെന്ന് എനിക്ക് അറിയില്ല, എന്റെ ഗുരുവാണ് എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം എവിടെ പോയാലും കുറച്ച് പിണങ്ങിയിട്ട് മാറുള്ളൂ. ഇപ്പൊ ഞങ്ങൾ കാണാൻ വേണ്ടി പോയത്, കഴിഞ്ഞ ആഴ്ച അദ്ദേഹം കാണാൻ വേണ്ടി പോയത്, വളരെ വിഷമനാണ് അദ്ദേഹം. ഓരോ പകലും പുള്ളി കരഞ്ഞാൽ നിൽക്കുന്നത്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, മരുന്ന് തരണോ എനിക്ക് എന്ന് പറഞ്ഞു. ഞാൻ മരുന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ മരുന്ന് കുറച്ച് ഇന്ന് രാവിലെ ചേച്ചിയെ വിളിച്ചപ്പോൾ പറഞ്ഞു കുറച്ച് വ്യത്യാസങ്ങൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞു, ഉറക്കമുണ്ടെന്ന് പറഞ്ഞു. മുന്നിയാന്ന് കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ മരുന്ന്. ഓക്കെ സാർ, അതിൽ സംശയമൊന്നുമില്ല. സാറിലെ മരുന്ന് കൊടുത്തു. ഡോക്ടർ സുഗതൻ നമുക്ക് ആശംസയിലേക്ക് പറഞ്ഞോളൂ. സുഗതൻ പ്ലീസ്. കേൾക്കാമോ ഡോക്ടർ സുഗതൻ പ്ലീസ്? നെറ്റ് പ്രോബ്ലം വ്യത്യാസമുണ്ട് സാർ. ഉണ്ട്. പറയൂ. കേൾക്കാമോ? കേൾക്കാം. കേൾക്കാമോ? കേൾക്കാം. മനോജ് സാർ കേൾക്കാം. കേൾക്കാമോ? കേൾക്കാം. മനോജ് സാർ ഓക്കെ കേൾക്കുന്നുണ്ടോ? പറഞ്ഞേ. ഓക്കെ കേൾക്കാം. പക്ഷെ നമുക്ക് കേരള പ്രവേശനത്തോടുകൂടി ഞങ്ങളുടെ ഉദ്ഘാടന ദിവസവും നവംബർ 1 അത് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ പഴയ തിരുവിതാംകൂറിൽ നിന്ന് നമ്മുടെ കന്യാകുമാരി ജില്ല പിരിച്ചെടുത്തതിന്റെ ഒരു ദിവസമാണിന്ന്. അപ്പോ നമുക്ക് ശരിക്കും കേൾക്കുന്നില്ല അല്ലെ? കേൾക്കാം. അപ്പൊ കേട്ടോ. ഒരു പിരിഞ്ഞു പോയതിന്റെ ഒരു ദുഃഖം നമുക്കുണ്ട്. കാരണം നമ്മുടെ ഇപ്പൊ കേരളത്തിന്റെ ഭാഗമല്ലാതെ അതേസമയം മലയാളം സംസാരിക്കുന്ന ഒരു ജില്ലയായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോ കുറെ ഗുണങ്ങളും അതുപോലെ തന്നെ കുറെ ദോഷങ്ങളും ഉണ്ട്. എന്നിരുന്നാലും ഗുണത്തിനെ മാത്രമാണ് പറയുന്നത്. അങ്ങനെ എന്തായാലും ഈ ഒരു സേഠു സാർ പറഞ്ഞതുപോലെ കേരളത്തിന്റെ ഒരു വളരെയധികം അതിന്റെ ഒരു ഭംഗിയുള്ളതും അതുപോലെ തന്നെ വളരെ അറിവുള്ളതുമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെയും അല്ലെങ്കിൽ അതിലുപരി ഹോമിയോപ്പതിയുടെ ഒരു ഈറ്റില്ലം എന്ന് പറയാവുന്നതാണ് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം. അപ്പോ ഈ ഒരു ഇതില് നമ്മുടെ ഒരു ഡോക്ടർ പ്രീത കിഴക്കൂട്ടിൽ ഇദ്ദേഹം ഒരു പല മലയാളികളും ഈ സ്ഥാനത്ത് നല്ല രീതിയിൽ സുദീർഘമായ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഒരു സീറ്റാണ്. അപ്പോ ഞാൻ പല വിഷയങ്ങൾക്ക് വേണ്ടിയും ഇൻസ്റ്റിറ്റ്യൂഷന്റെ പല വിഷയങ്ങൾക്ക് വേണ്ടിയും അതില് അഡ്വൈസറിനെ പല സന്ദർഭങ്ങളിലും കാണേണ്ട അവസരം ഉണ്ടായിട്ടുണ്ട്. അവരുടെ അധികാരങ്ങൾ ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങൾ വളരെ കൂടുതലാണ്. കാരണം
കാരണം ഇന്നത്തെ സാഹചര്യത്തില് ഒരു ഏറ്റവും ഒരു ഹോമിയോപ്പതിക് എഡ്യൂക്കേഷന്റെ നട്ടെല്ല് എന്ന് പറയുന്നത് അതിന്റെ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അപ്പൊ ഈ സ്ഥാപനങ്ങള് പൊതുവെ വന്ന അഡ്വൈസർമാര് ആയിട്ട് വരുന്നത് ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അല്ല, ഒരു CGHS എന്നാണ് ഇപ്പോഴത്തെ ഒരു എല്ലാ ഒരു അഡ്വൈസർ സ്ഥാനത്ത് വരുന്നത്. തീർച്ചയായിട്ടും ഒരു അവസരം കിട്ടുമ്പോഴൊക്കെ ഈ ഡിവിഷന് കയറാൻ പറ്റുമെന്ന് നോക്കിയാൽ. അടുത്ത ആളിലേക്ക് നമ്മുടെ ആദരണീയനായ ഡോക്ടർ അജയകുമാർ സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഹോമിയോപ്പതി ഫ്രക്ടേണിറ്റിയിൽ ഏറ്റവും അധികം വില മതിക്കേണ്ട വ്യക്തിത്വമാണ് അജയകുമാർ സാറ്. കാർഡിയോളജിസ്റ്റ് ആണ്. നമ്മുടെ വിദ്യാധിരാജ കോളേജിന്റെ മാനേജറാണ്. വിദ്യാധിരാജ പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഡെവലപ്പ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കോൺവൊക്കേഷന് പോയിരുന്നു. അപ്പൊ ബോധ്യമായ കാര്യമാണ്. അജയകുമാർ സാറിനെ ആദരവോടെ ക്ഷണിക്കുന്നു. സാർ പ്ലീസ്. സാർ അൺമ്യൂട്ട് ചെയ്യാമോ? കേൾക്കാമോ? ഞാൻ പറയുന്നത്? എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട സയ്യിദ് സാർ, മനോജ് സാർ, നമ്മുടെ PCO സാറ് ജോയിൻ ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല. ഓക്കെ. മറ്റ് വിശിഷ്ടാതിഥികളെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കേരളത്തിൽ നിന്ന് ഹോമിയോപ്പതി രംഗത്ത് വിദഗ്ധയായ ഒരു വനിതാ ഡോക്ടറെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഹോമിയോപ്പതിയുടെ അഡ്വൈസറായി എടുത്തു എന്നറിഞ്ഞു. അത് ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിൽ പറയാം, എനിക്ക് അതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ ഒരു കാര്യത്തില് വളരെ അഭിമാനവും സന്തോഷവും തോന്നുന്നു. കേരളത്തിന്റെ ചരിത്രത്തില് ഹോമിയോപ്പതി എന്ന ആരോഗ്യ ശാഖയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ആദരവ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കിട്ടിയെന്നുള്ളതിൽ കേന്ദ്ര സർക്കാരിനുള്ള നന്ദിയും അറിയിക്കുന്നു. കേരളത്തിന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഞാനൊരു മോഡേൺ മെഡിസിൻ ഡോക്ടറാണ്. ഞാൻ ഹോമിയോപ്പതി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി മാത്രമാണ്. നമ്മുടെ ഇസ്മയിൽ സയ്യിദ് സാറിനെ പോലുള്ള ആൾക്കാർ ഇരിക്കുമ്പോൾ ഹോമിയോപ്പതിയെ പറ്റി പറയാൻ എനിക്ക് ഒരു യോഗ്യതയില്ല. എന്നാലും സാറിനെ പോലെ ഇന്റർനാഷണലി നോൺ ആയിട്ട് ഹോമിയോപ്പതിയുടെ ഒരു വിദഗ്ധനായിട്ടൊരു വ്യക്തിയാണ്. എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമാണ്. മനോജ് സാറിനെ പോലെ ഹോമിയോപ്പതി രംഗത്ത് ഇത്രയധികം ആളുകളെ പ്രചോദിപ്പിക്കുകയും ഇത്രയും നല്ല ഭംഗിയായിട്ട് IFPHന്റെ പ്രോഗ്രാം എവറി ഡേ ഈവനിങ്ങിൽ ഈ 2 സെഷൻസ് ആയിട്ട് 8:30 to 9:30, 9:30 to 10:30 ആ സെഷൻസ് ഇപ്പൊ ഓൾമോസ്റ്റ് 2000 ആവാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുന്നു. അത്രയും വലിയൊരു പരിപാടി മോഡേൺ മെഡിസിന്റെ രംഗത്ത് പോലും നടക്കാത്തൊരു കാര്യം ഹോമിയോപ്പതിയുടെ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ് മനോജ് സാറും ഈ IFPH എന്ന സംഘടനയും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഹോമിയോപ്പതി രംഗത്ത് നിങ്ങളെയൊക്കെ പറ്റുന്ന പോലെ ഓരോരുത്തരും ചെയ്യുന്നുണ്ട്. ഹോമിയോപ്പതി വേൾഡ് ഓവർ ഒരുപാട് പ്രതിസന്ധികളെ നേരിടുന്നുണ്ട്, ഇന്ത്യക്കകത്തും നേരിടുന്നുണ്ട്. പക്ഷേ പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ വിഭാഗം ആൾക്കാർ ഹോമിയോപ്പതിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് മുൻപോട്ട് പോകുന്നതായിട്ടുണ്ട്. ഹോമിയോപ്പതി കൊണ്ട് ട്രീറ്റ്മെന്റ് വന്ന് ഒരുപാട് രോഗങ്ങൾ സുഖമായ ആൾക്കാരെ എനിക്ക് നേരിട്ട് ബോധ്യമുണ്ട്. എന്തായാലും ഇന്ന് ഒരു വലിയ ആത്മാഭിമാനം തോന്നുന്ന കാര്യമാണ് നടന്നിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ ഇടയിൽ നിന്ന് ഒരാൾക്ക് ഇത്രയും വലിയൊരു സ്ഥാനം നൽകി. നമുക്ക് കേരളത്തിന് അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടാവട്ടെ. കേരളത്തിലെ ഹോമിയോപ്പതി മീനിങ് എഡ്യൂക്കേഷൻ രംഗത്തും അതുപോലെ ട്രീറ്റ്മെന്റ് സൈഡിലും 2 സൈഡിലും ഒരുപാട് വികസനം ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. നമുക്കൊരു നൂതനമായിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങൾ കിട്ടേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ റിസർച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം കേരളത്തിൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യയിൽ തന്നെ ഏറ്റവും പയനിയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് ഹോമിയോപ്പതിക്ക് കേരളം എന്ന് പറയുന്നത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് 21ാം നൂറ്റാണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം 21ാം നൂറ്റാണ്ടിലെ കാൽഭാഗം ഇവിടെ കഴിഞ്ഞു. 20ാം നൂറ്റാണ്ടിന്റെ
പാതിയായിരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി എന്നുള്ളതാണ് ഹോമിയോപ്പതിക്ക്. അന്ന് ഹോമിയോപ്പതിക്ക് ഒരു പ്രോപ്പറായിട്ടൊരു റെഗുലേഷൻ പോലും ഇന്ത്യയിൽ ഇല്ലായിരുന്നു. 1983 ആദ്യമായിട്ട് റെഗുലേഷൻ വരുന്നത്. പക്ഷെ അതിനൊക്കെ എത്രയോ ദശകങ്ങൾക്ക് മുമ്പേ 50കളിലും 60കളിലും നമുക്ക് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജസ് ഇവിടെ സ്ഥാപിതമായിട്ടുണ്ട് കേരളത്തിൽ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇത്രയും പുരോഗതി വന്നാൽ മതിയോ എന്നൊരു സംശയം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഹോമിയോപ്പതിക്ക് നമുക്ക് കിട്ടുന്നതിനേക്കാളും പ്രാധാന്യം അവിടെയൊക്കെ കിട്ടുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കും. ഇപ്പം ഗുജറാത്ത് തന്നെ പണ്ട് വളരെ പിന്നോക്കം നിന്നിരുന്ന ഒരു സംസ്ഥാനമാണ്. ഞാനത് ഇടയ്ക്ക് ഗുജറാത്തിൽ പോകാൻ എനിക്കൊരു അവസരം വന്നപ്പം അവിടെയുള്ള പലരുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് മനസ്സിലായത് അവിടുത്തെ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജസിനൊക്കെ ഒരുപാട് സൗകര്യങ്ങൾ അവിടുത്തെ ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നുണ്ട്. അത്രയൊന്നും സൗകര്യങ്ങൾ നമ്മുടെ ഇവിടുത്തെ ഹോമിയോപ്പതി രംഗത്തിന് കിട്ടിയിട്ടില്ല. എസ്പെഷ്യലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കോവിഡ് ഉണ്ടായിരുന്ന കാലത്ത് നമ്മുടെ രവി എം നായർ സാറൊക്കെ ഒരുപാട് ശ്രമിച്ച എനിക്ക് നേരിട്ട് ബോധ്യമുള്ളതാണ്. ഈ കോവിഡിന്റെ വാക്സിനേഷൻ വരുന്നതിന് മുമ്പായിട്ട് പ്രതിരോധ മരുന്നുകളുടെ കാര്യത്തിൽ എത്രത്തോളം നമ്മുടെ കേരളത്തിലെ സർക്കാർ ഹോമിയോപ്പതിക്ക് പ്രാധാന്യം കൊടുത്തു എന്ന് സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ്. രവി എം നായർ സാർ എൻ്റെ അടുത്ത് വളരെ സങ്കടമായിട്ട് നേരിട്ട് സംസാരിച്ചിട്ടുള്ള കാര്യമാണിത്. സാർ ഒരുപാട് ശ്രമിച്ച് വിജയിക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ അവസാനം അദ്ദേഹത്തിന് കിട്ടേണ്ട ഒരു സപ്പോർട്ട് കിട്ടാതെ പോയി. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇത്രയും ഒരു 75 വർഷമെങ്കിലും നമുക്കിവിടെ ഹോമിയോപ്പതിക്ക് ഒരു ചരിത്രമുണ്ട് കേരളത്തില്. ആ ഒരു ചരിത്രം അനുസരിച്ചുള്ള ഒരു പുരോഗതി നമുക്ക് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തേണ്ട ഒരു കാലഘട്ടമാണ്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഇപ്പോ നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യം നമുക്കൊരു അനുഗ്രഹമായിട്ട് മാറട്ടെ. നമുക്ക് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് മാക്സിമം നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിന് കിട്ടാൻ പറ്റും. കേന്ദ്ര ഗവൺമെന്റിന് ഇപ്പോൾ ഫണ്ടിനൊന്നും ഒരു കുറവുമില്ല. പ്രത്യേകിച്ച് ആരോഗ്യരംഗത്തൊക്കെ ചെലവഴിക്കാനായിട്ട് വളരെ സന്നദ്ധമായിട്ടുള്ള ഒരു സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അവിടുന്ന് കിട്ടാവുന്ന മാക്സിമം സൗകര്യങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരികയും ഹോമിയോപ്പതി ചികിത്സാ രംഗത്തിന് കുറച്ചുകൂടെ ഒരു ശക്തമായ അടിത്തറ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഒന്ന് വിപുലീകരിക്കുകയും ഹോമിയോപ്പതിയെ പറ്റിയുള്ള ആളുകളുടെ തെറ്റിദ്ധാരണകൾ മാറ്റാനായിട്ടുള്ള ഒരു ശക്തമായ നടപടി എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവായിട്ട് പറയുന്ന ഒരുപാട് പേർക്ക് ഒരുപാട് സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്, എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിലൊക്കെ. അതിനെയൊക്കെ ചെറുക്കാനും തോൽപ്പിക്കാനും പറ്റുന്ന രീതിയിലുള്ള ഒരു നടപടി നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഇതിനെല്ലാം ഈ ഒരു കാര്യം നമുക്ക് ഉപകാരപ്രദമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും IFPHനും ഈ നടത്തുന്ന എല്ലാ പരിപാടികൾക്കും പൂർണ്ണമായിട്ടുള്ള സഹകരണം എൻ്റെ ഭാഗത്തുനിന്നും ഞങ്ങളുടെ കോളേജിന്റെ ഭാഗത്തുനിന്നും എപ്പോഴും ഉണ്ട്. എന്ത് കാര്യങ്ങൾക്കും ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഇസ്മായിൽ സൈഡ് സാറിൻ്റെ അടുത്തും ഒക്കെ ഉള്ള എൻ്റെ ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. വളരെ നന്ദി സാർ. സാറ് സുഖമില്ലാതിരിക്കുക, എന്നിട്ട് പോലും സാറ് പങ്കെടുത്തു എന്നുള്ള സാറിന് ഇതിനുള്ള ഒരു ആത്മാർത്ഥത കാണിക്കുന്നു. ഞാൻ ആക്ച്വലി അഡ്മിറ്റ് ആയിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഹോസ്പിറ്റൽ റൂമിൽ നിന്നാണ് സംസാരിക്കുന്നത്. ആശുപത്രി കിടക്കകളിലാണ് സാർ സംസാരിക്കുന്നത്. വളരെ എനിക്ക് ഫീവർ, ഹൈഗ്രേഡ് ഫീവർ ആയിരുന്നു. അങ്ങനെ ഞാൻ IV ആന്റിബയോട്ടിക്സ് എടുക്കാനായിട്ട് അഡ്മിറ്റ് ചെയ്തു കോസ്മോപോളിറ്റൻ ഹോസ്പിറ്റലില്. അങ്ങനെ ഇവിടെ ഇരിക്കുന്നത്. അതെ, അപ്പൊ അവിടെ നിന്നുകൊണ്ടാണ് സാർ സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് ഡോക്ടർ സുഗതനിലേക്ക്. ഡോക്ടർ സുഗതൻ, നെറ്റ് ശരിയായിട്ടുണ്ടോ? കംപ്ലീറ്റ് ചെയ്യൂ. നേരത്തെ പറഞ്ഞത് ക്ലിയർ ആയോ? ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. കട്ടായി പോയി. കേൾക്കാമല്ലോ സാർ? ഇപ്പൊ കേൾക്കാം. മനോജ് സാർ കേൾക്കാം. മനോജ് സാർ കേൾക്കാവോ? കേൾക്കാം. വീഡിയോ ഓഫ് ചെയ്തിട്ട് പറയൂ. വീഡിയോ ഓഫ് ചെയ്യൂ. സാർ ഞാൻ പറഞ്ഞു വന്നത് എങ്ങനെയാണ്, അതായത് എഡ്യൂക്കേഷൻ ആയുഷും നമ്മുടെ അഡ്വൈസറുടെ ഒരുപാട് പറയാമോ? നെറ്റിന്റെ ഇഷ്യൂ ഉണ്ട്, BSNL ഒരു പ്രോബ്ലം ഉണ്ട്.
എനിവേ നമ്മുടെ ഒരു മാഡത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ വിദ്യാഭ്യാസവുമായിട്ട് കൂടുതൽ അടുക്കാനുള്ള ഒരു മാക്സിമം സാഹചര്യങ്ങളെ കഴിവതും പ്രയോജനപ്പെടുത്തണമെന്ന് ആത്മാർത്ഥമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. തീർച്ചയായിട്ടും മാഡത്തിനെ ഡൽഹിയിൽ വെച്ച് നേരിട്ട് കാണുന്നതാണ്. എല്ലാവിധ ആശംസകളും. വളരെ നന്ദി ഡോക്ടർ സുഗതൻ. ഇനി ഹോമിയോപ്പതി രംഗത്തെ കേരളത്തിന്റെ ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥൻ കൂടിയായ നമ്മുടെ ഐരാണിമുട്ടം ഗവൺമെന്റ് കോളേജിലെ പ്രിൻസിപ്പൽ ആൻഡ് കൺട്രോളിംഗ് ഓഫീസർ ഡോക്ടർ വിജയൻ സാറിനെ ആദരവോടും ക്ഷണിക്കുന്നു. സാർ പ്ലീസ് അൺമ്യൂട്ട് ചെയ്യാമോ സാർ? നമസ്കാരം. പുതിയ അഡ്വൈസർ ഡോക്ടർ പ്രീത. നമസ്കാരം. നമ്മുടെ സേഠ് സാറ്, ഷാജി, ഡോക്ടർ അജയ് കുമാർ, മനോജ്. ശരിക്കും ഇത് അനിവാര്യമായ ഒരു മീറ്റിംഗ് തന്നെയാണ്. നമ്മളുടെ കേരളത്തിൽ തന്നെ രവി സാർ കഴിഞ്ഞ് അടുത്ത ഒരു അഡ്വൈസർ ഹോമിയോപ്പതി രംഗത്ത് നിന്നും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും മുന്നോട്ട് വന്നിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും ഹൃദയംഗമമായ ആശംസകളും അതോടൊപ്പം ഹോമിയോപ്പതി ചികിത്സാ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടാകുന്ന പുരോഗതികളും നമ്മൾക്ക് കൂടുതൽ അനുഭവവേദ്യമാകാനുള്ള ഒരു ഇടമായി ഇത് ഭവിക്കട്ടെ. അതോടൊപ്പം എല്ലാവിധ സഹകരണങ്ങളും എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഹോമിയോപ്പതി മേഖലയിൽ ഉണ്ടാവട്ടെ. നമുക്ക് എല്ലാ സംഘടനാ രംഗത്തും ഹോമിയോപ്പതിയുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനും വിവിധകരമായ ആവശ്യമായ ഗവേഷണ പദ്ധതികളും അതിനുവേണ്ട സ്ഥാപനങ്ങളും നടത്തിയെടുക്കുന്നതിനും നമുക്കിതൊരു കാരണമാകട്ടെ. ഹോമിയോപ്പതിയിൽ ഇന്ന് കേരളത്തില് നല്ല രീതിയിലുള്ള മെഡിക്കൽ വിദ്യാഭ്യാസ ചികിത്സാ രംഗങ്ങൾ മുന്നേറുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് വേണ്ടത് ഇവിടെ ഇന്ന് ആയുർവേദത്തിന് ഈ നവംബർ മാസം അവസാനത്തോടെ ഡിസംബർ ആദ്യമോ ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ തുടങ്ങുകയാണ്. നമുക്ക് സ്ഥലമെടുത്ത് കോഴിക്കോട് കക്കൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അന്ന് സിഡ് സാറിന്റെ ഒക്കെ കാലത്തുണ്ടായിരുന്ന ആ ഒരു എനർജറ്റിക് ആയിട്ടുള്ള മൂവ്മെന്റ് കൊണ്ട് അവിടെ ഒരു നല്ല സ്ഥലം നമുക്ക് സർക്കാരിൻ്റെതായി ലഭ്യമാക്കിയിട്ടുണ്ട്. ആ സ്ഥലത്ത് നമുക്ക് ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ഹോമിയോപ്പതി മെഡിക്കൽ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കണം. അത് ഡോക്ടർ പ്രീത മാഡത്തിന്റെ അനുഗ്രഹ ആശംസയോടുകൂടി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും ആശംസകൾ അർപ്പിക്കുന്നു. നമസ്കാരം. വളരെ നന്ദി. വളരെ കൃത്യമായിട്ട് പറയേണ്ട കാര്യം പറഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇനി അടുത്തത് ഡോക്ടർ ഷാജി കുടിയേറ്റിലേക്ക് പോകാം. IFPHന്റെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഷാജി, പ്ലീസ് അൺമ്യൂട്ട് ചെയ്യണേ ഡോക്ടർ, അൺമ്യൂട്ട് ചെയ്യണേ. സോറി. നമസ്കാരം. ഇന്ന് കേരളപ്പിറവി ദിനമാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ അഭിമാനമായ ഡോക്ടർ പ്രീത നമ്മളോടൊപ്പം ലോകത്തിലെ തന്നെ ഹോമിയോപ്പതിയെ നയിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഹോമിയോപ്പതി അഡ്വൈസറായിട്ട് നമ്മുടെ സമീപം വന്നെത്തിയിരിക്കുകയാണ്. നമുക്കെല്ലാം ഈ കേരള പിറവി ദിനത്തിൽ തന്നെ ഇൻസിഡൻ്റലായിട്ട് ഡോക്ടർ പ്രീതയെ അനുമോദിക്കുന്നതിന് ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിക്കാൻ സാധിച്ചതിൽ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാം. കാരണം ഹോമിയോപ്പതിക്ക് ഇന്ന് ലോകത്ത് നേതൃത്വം കൊടുക്കുന്ന IFPH പോലെയുള്ള സംഘടന മലയാളികൾ മാത്രം മുന്നിട്ടിറങ്ങി സ്ഥാപിച്ചതും ഇനി വരും കാലങ്ങളിൽ ലോകത്തിൽ ഹോമിയോപ്പതിയുടെ നേതൃത്വം ഏറ്റെടുക്കേണ്ട ഒരു ഭാരിച്ച ചുമതല നമ്മുടെ ഷോൾഡറിലുള്ളതുകൊണ്ടും ഡോക്ടർ പ്രീതയുടെ ഈ ഒരു നിയമനം നമുക്ക് ഏറ്റവും അനുഗ്രഹീതമാണെന്ന് മറക്കാതെ വയ്യ. ഈ ഒരു അവസരത്തിൽ ഇന്ന് കേരളത്തിൽ ഹോമിയോപ്പതി മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഡോക്ടർ സുഗതൻ സാറ് ചൂണ്ടിക്കാണിച്ചതുപോലെ
അതുപോലെ തന്നെ മറ്റാരോ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിൽ ഹോമിയോപ്പതിക്കെതിരെ അതിവിപുലമായ പ്രചരണങ്ങൾ പലരുടെയും നേതൃത്വത്തിൽ അഴിച്ചുവിടുന്ന ഒരു സമീപനമുണ്ട്. അതിനെതിരെയൊക്കെ നമുക്ക് ആശയപരമായും ശാസ്ത്രീയമായിട്ടും നിയമപരമായിട്ടൊക്കെ നേരിടേണ്ട അവസരങ്ങളുണ്ട്. ഇതിനെല്ലാത്തിനും നമുക്ക് പ്രചോദനവും ഉപകാരവും പെടുവാനായിട്ട് ഡോക്ടർ പ്രീതയുടെ ഈ ഒരു പുതിയ അപ്പോയിൻമെൻറ്റ് നമുക്ക് ഗുണകരമായി ഭവിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എന്നെപ്പോലെയുള്ളവരൊക്കെ ഇതിൻ്റെ ശാസ്ത്ര ഗവേഷണ രംഗത്തൊക്കെ ഇന്ന് അലോപ്പതി പിന്തുടരുന്ന ശാസ്ത്ര ഗവേഷണ മാർഗങ്ങളാണ് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ സമൂഹ മധ്യത്തിൽ ഉയർത്തി കാണിക്കുന്നതിന് ഉതകുന്നതല്ല എന്നൊരു സത്യം അവശേഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹോളിസ്റ്റിക് സയൻസിൽ അധിഷ്ഠിതമായ ഒരു മെഡിക്കൽ റിസർച്ച് മെത്തഡോളജി തന്നെ ലോകത്ത് ഇന്ത്യ നേതൃത്വം കൊടുത്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു ആവശ്യകതയുണ്ട്. ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയുള്ള കത്തുകൾ ഒക്കെ മുൻകാലങ്ങളിൽ ഗവൺമെൻറ്റിന് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതൊക്കെ അലമാരയ്ക്കുള്ളിൽ ഇരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അതിന് നമുക്ക് മാറ്റം വരേണ്ടതുണ്ട്. ലോകത്തിന് നേതൃത്വം കൊടുക്കേണ്ട ഒരു ജനത ഈ വരും കാലത്തിൽ ഭാരത ജനതയാണ്. ആ ജനതയിൽ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു കൊച്ചു സമൂഹമാണ് കേരള സമൂഹം. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള നമ്മുടെ പ്രിയപ്പെട്ട അഭിമാനമായ ഹോമിയോപ്പതിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന അതിൻ്റെ പാഷനേറ്റായിട്ട് എടുത്ത് മുന്നേറുന്ന നമ്മുടെ പ്രീത ഡോക്ടർക്ക് തീർച്ചയായിട്ടും അത് ഒരു മാതൃകാപരമായ നേതൃത്വം കൊടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് വളരെ ഉറപ്പുണ്ട്. എനിക്ക് നേരിട്ടറിയാവുന്നതും അതുപോലെ തന്നെ ഇതിക്ക് മുമ്പ് തന്നെ എൻ്റെ ബാംഗ്ലൂർ ഒരു പ്രവർത്തന മേഖല ഉണ്ടായിരുന്ന സമയത്ത് തന്നെ നേരിട്ട് പരിചയപ്പെടാനും അടുക്കാനും ഒക്കെ സാധിച്ച ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഈ വരാൻ പോകുന്ന ഈ 4 വർഷം ഹോമിയോപ്പതിക്ക് ഏറ്റവും അനുഗ്രഹീതമായിരിക്കുമെന്ന് നിസ്സംശയം ഞാൻ പറയുകയാണ്. അപ്പോൾ എല്ലാ മേഖലകളിലും വിദ്യാഭ്യാസ രംഗത്ത്, ശാസ്ത്രീയ റിസർച്ച് മേഖലകളിൽ, അതുപോലെ തന്നെ ക്ലിനിക്കൽ പ്രാക്ടീസ് മേഖലകളിലൊക്കെ എല്ലാ കാര്യങ്ങളിലും ഡോക്ടർ പ്രീത ഏറ്റവും ഔന്നത്യത്തോടെ ലോകത്തിനും ഇന്ത്യക്കും അഭിമാനകരമായി മാറുന്ന രീതിയിൽ പ്രവർത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് നമുക്കെല്ലാം ഈ വരും കാലങ്ങളിൽ കാണാൻ സാധിക്കും. കേരള പിറവി ദിനമായ ഇന്ന് കേരളത്തിലെ എല്ലാ കേരള മക്കൾക്കും അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ അഭിമാനമായി കേരളത്തിൻ്റെ കാലങ്ങളിൽ കൂടുതൽ അഭിമാനം നേരിത്തടാൻ വേണ്ടി നമ്മുടെ അടുത്ത് എത്തി നമ്മുടെ പ്രത്യേക പദവി സ്വീകരിച്ച് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഡോക്ടർ പ്രീതയ്ക്കും പ്രത്യേക അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാ ഭാവുകങ്ങളും ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി ഡോക്ടർ ഷാജി കുടിയാ. ഡോക്ടർ പറഞ്ഞ പോലെ റിസർച്ച് മെത്തഡോളജി നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ മെത്തഡോളജിയെ ലോകം അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും അംഗീകരിക്കും. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരുപാട് പ്രപ്പോസൽസ്, യോഗ ഡേ, ഇന്റർനാഷണൽ ഇയർ ഫോർ മില്ലറ്റ്സ്, അങ്ങനെ ധാരാളം പ്രപ്പോസൽസ് ലോകം 2 കൈ നീട്ടി സ്വീകരിക്കുന്ന കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു മെത്തഡോളജി വളരെ ശക്തമായിട്ട് ആവിഷ്കരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു കേസ് പരിഗണനയിരിക്കുകയാണ്. ഹോമിയോപ്പതിയുടെ സ്റ്റാറ്റസ് സംബന്ധിച്ചുള്ള ഒരു കേസ്. അതായത് ഒരു കാലത്ത് തിരുവിതാംകൂറിൽ ഒരു ആചാരം ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സാറന്മാർക്ക് 10 രൂപ ശമ്പളവും മലയാളം പഠിപ്പിക്കുന്നവർക്ക് 5 രൂപ ശമ്പളവുമായിരുന്ന ഒരു അനാചാരം ഉണ്ടായിരുന്നു. അത് ഗവൺമെന്റ് മാറ്റേണ്ടി വന്നു. അപ്പൊ കോടതി ഇത്തരം ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടറുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് കൗണ്ടറാക്ട് ചെയ്യേണ്ടത് നമുക്കുണ്ട്. അതുപോലെ തന്നെ ഈ ഹൗസ് സർജൻസിന്റെ കാര്യം, റൂറൽ ഇന്റേൺഷിപ്പ് എന്നൊരു നല്ലൊരു ആചാരം ഉണ്ടായിരുന്നു. അത് ഒരു 4-5 വർഷം അകാലത്തിൽ നിർത്തലാക്കി. അതിന്റെ ദുരന്തം വിദ്യാർത്ഥികളും കേരളത്തിലെ ഡിപ്പാർട്ട്മെന്റും അനുഭവിക്കുകയാണ്. അത് മാറ്റേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആയുർവേദത്തിൽ സീനിയർ ഹൗസ് സർജൻസിന് ഇടപാടുണ്ട്, നമുക്കതില്ല. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ജെറിയാട്രിക്സ്, വൃദ്ധജനങ്ങളുടെ എണ്ണം കൂടി വരുന്നു. ഇപ്പൊ ജെറിയാട്രിക്സിലും PGയും DM തുടങ്ങേണ്ടതുണ്ട്, ഫെലോഷിപ്പുകൾ തുടങ്ങേണ്ടതുണ്ട്. അങ്ങനെ ശക്തമായി മുന്നോട്ട് പോകേണ്ട ഒരുപാട് ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പൊ ഇതെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് മാഡത്തെ ആദരപൂർവ്വം ഒരു മറുപടി പ്രസംഗത്തിൽ ക്ഷണിക്കുകയാണ്. മാഡം അൺമ്യൂട്ട് ചെയ്യണേ, മാഡം അൺമ്യൂട്ട് ചെയ്യണേ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ കേരള പിറവി ആശംസകൾ എല്ലാവർക്കും. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 15 കൂടി
ഞാൻ അഡ്വൈസർ ഹോമിയോപ്പതി എന്ന പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. 33 വർഷമായി ഹോമിയോപ്പതി ചികിത്സാ രീതിയിലുള്ള പരിചയം, അതിന്റെ മഹിമയും മേന്മയും ഈ കാലയളവിൽ കൂടുതൽ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു. അഡ്വൈസർ ഹോമിയോപ്പതി എന്ന ഉത്തരവാദിത്തം എന്നിൽ അലിഞ്ഞു ചേർന്ന ഈ ചികിത്സാവിധിയുടെ ഉന്നമനത്തിനായി എനിക്ക് കഴിയും വിധം ഞാൻ പ്രവർത്തിക്കുന്നതാണ്. ഈ ഒരു വേദി ഒരുക്കി തന്ന IFPH ഭാരവാഹികൾക്ക് എല്ലാവർക്കും, അതും എന്നെ ഒരു മുഖ്യ അതിഥിയായി വിളിച്ച എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. IFPH ഹോമിയോപ്പതിയുടെ ഉന്നമനത്തിനു വേണ്ടി നിസ്വാർത്ഥമായി വളരെ കാലങ്ങളായി പ്രവർത്തിച്ചു വരുന്നു എന്ന് എനിക്കറിയാം. അതുപോലെ ഇവിടെ വന്നു ചേർന്ന് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട എൻ്റെ ഗുരുനാഥനും കൂടിയായ സേഠ് സാറിന് പ്രത്യേക നമസ്കാരം. ഹോമിയോപ്പതിയുടെ ഒരു റോഡ് മാപ്പ്, അതായത് അത് ഏതൊക്കെ മേഖലകളിലാണ് ഹോമിയോപ്പതിക്ക് നല്ല ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുന്നത് എന്നൊരു ചെറിയ ഒരു എത്തിനോട്ടമാണ് ഇന്ന് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ സ്ലൈഡ് ഒന്ന് നോക്കട്ടെ. നമ്മുടെ മാൻ പവർ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രൊഫൈൽ, അതിനെപ്പറ്റി ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്താന്ന് വെച്ചാൽ, അതെല്ലാവർക്കും അറിയാം. ഇത്രയും, അതായത് ഒരു 3.5 lakhs രജിസ്റ്റേർഡ് പ്രാക്ടീഷണേഴ്സ് ഇന്ത്യയിലുണ്ട്. ഓരോ കൊല്ലവും 12,000 ഡോക്ടേഴ്സ് ആണ് അതിലേക്ക് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നത്. ഹോമിയോപ്പതി ഡിസ്പെൻസറീസ് ഇന്ത്യയിൽ 8,593 ആണ്. നമ്പർ ഓഫ് ഹോമിയോപ്പതിക് ഹോസ്പിറ്റൽസ് 277 ആണ്. പിന്നെ ഹോമിയോപ്പതിക് ബെഡ്സ് ഉള്ള ഹോസ്പിറ്റൽ 8,697 ആണ്. പിന്നെ ഹോമിയോപ്പതിക് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 277, 197 അണ്ടർ ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. വന്നിട്ടില്ല. സ്ക്രീൻ ഷെയറിംഗ് ചെയ്യാം. താഴെയുള്ള പച്ച ബട്ടണിൽ അമർത്തിയാൽ സ്ക്രീൻ വരും. അല്ലെങ്കിൽ പറഞ്ഞാലും മതി. ബട്ടൺ കാണുന്നില്ലല്ലോ. കുഴപ്പമില്ല മാഡം, കുഴപ്പമില്ല. പറഞ്ഞോളൂ. വ്യക്തമായിട്ടുണ്ട്. പിന്നെ നമ്പർ ഓഫ് സ്റ്റേറ്റ് കൗൺസിൽസ് ആൻഡ് ബോർഡ്സ് 28 ആണ്. CGHS ഹോമിയോപ്പതിക് ഡിസ്പെൻസറീസ് ഇന്ത്യയിൽ 34 ഉള്ളത്. അപ്പം ഒരു അഡ്വൈസറായി ഹോമിയോപ്പതിയുടെ പുരോഗതിക്ക് വേണ്ടിയും ഒരു നല്ല നയങ്ങൾ, അതായത് പോളിസികൾ നിർമ്മിച്ച് വിദ്യാഭ്യാസ മേഖല, റിസർച്ച് മേഖല, ഹോമിയോപ്പതിയിലൂടെ കൂടുതൽ മെച്ചപ്പെട്ട് രോഗികളെ ശുശ്രൂഷിക്കുക, പിന്നെ ക്വാളിറ്റി ഓഫ് മെഡിസിൻസ്, നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്, കൂടുതൽ ഡിജിറ്റൽ ആൻഡ് ടെക്നോളജീസ് ഉൾപ്പെടുത്തി മെച്ചപ്പെട്ട സേവനം എന്നതിനെയൊക്കെ ലക്ഷ്യമാക്കി ഞാൻ പ്രവർത്തിക്കുന്നതാണ്. ഹോമിയോപ്പതിയും ഭാവി വികസനത്തിനുള്ള അദമ്യമായ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പത്തിൽ 7 ഭാഗവും നാഷണൽ ഹെൽത്ത് ബേർഡൻ ആകുന്നത്, അതായത് 10ൽ 7 ഭാഗം ഡിസീസസും നാഷണൽ ഹെൽത്ത് ബേർഡൻ ആകുന്നതിൽ 7 ഭാഗം ഹോമിയോപ്പതി സെന്റേഴ്സിലാണ് വരുന്നത്. അതേപോലെ 1:19 എന്ന റേഷ്യോയിലാണ് ഹോമിയോപ്പതിയും അലോപ്പതിയും ഡിസ്പെൻസറീസ് വന്നിരിക്കുന്നത്. പക്ഷെ രോഗികൾ 1:5 എന്ന റേഷ്യോയിലാണ്. അവിടെ തന്നെ ഒരു ഡിസ്പാരിറ്റി ഉണ്ട്. പിന്നെ ഇന്ത്യയിലുള്ള ഹെൽത്ത് സ്കീംസ് എല്ലാം കൂടെ നോക്കിയാൽ അത് 6.5% ഇന്ത്യയുടെ ജനസംഖ്യ മാത്രമേ കവർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ആയുഷിലാണെങ്കിൽ ആയുർവേദം കഴിഞ്ഞാൽ ഡിമാൻഡ് ഹോമിയോപ്പതിക്കാണ് എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. 2025 HAQ, അതായത് ഹെൽത്ത് കെയർ അസസ്മെന്റ് ആൻഡ് ക്വാളിറ്റി ഇൻഡെക്സ്, അത് ഇന്ത്യയുടെ സ്ഥാനം 145 ആണ്. അത് തീർച്ചയായും നമ്മൾ മുൻനിരയിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. ഇവിടെയാണ് ഹോമിയോപ്പതിയുടെ വലിയൊരു പങ്കുള്ളത്. നാഷണൽ ഹെൽത്ത് പോളിസി, അതായത് ഇൻഷുറൻസ് ഉള്ളവരും ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ നടത്തുന്ന സാധാരണ ജനങ്ങളും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ്, അതിനൊരു പാലം പണിയുകയാണ് നാഷണൽ ഹെൽത്ത് പോളിസിയിലൂടെ നടക്കുന്നത്. യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് എന്ന അതിനുവേണ്ടി ഗവൺമെന്റ്
പ്രൈവറ്റ് സെക്ടറിന്റെയും ആൾട്ടർനേറ്റ് സിസ്റ്റത്തിന്റെയും സഹായം ആവശ്യമായിരിക്കുകയാണ്. അതിന് വലിയൊരു ഇൻവെസ്റ്റ്മെന്റും ഇന്നോവേറ്റീവ് ചിന്താഗതിയും ക്വാളിറ്റി സർവീസും ആവശ്യമാണ്. ആയുഷ് സിസ്റ്റത്തിന്റെ എക്കണോമിക് വയബിലിറ്റി പബ്ലിക് ഹെൽത്ത് സെന്ററിലൂടെ നാമിലൂടെ നടപ്പാക്കുന്നതുണ്ട്. അതായത് ഒരു മെഡിക്കൽ പ്ലൂറലിസം, ഹെൽത്ത് ഇസ് എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. അതായത് അലോപ്പതിക് സിസ്റ്റവും ആയുഷ് സിസ്റ്റവും തമ്മിൽ ഒരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ആണ് ഇവിടെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കഫ്റ്റേരിയ ടൈപ്പ് ഓഫ് അപ്രോച്ച് ആണ് ഇതിൽ നടക്കുന്നത്. അതായത് പേഷ്യൻസ് ഏത് ചികിത്സാ രീതി വേണമെന്നൊരു ഡിസിഷൻ എടുക്കാനും ഒരു രീതി കൊണ്ട് മാറിയില്ലെങ്കിൽ അടുത്ത് തന്നെ, അതായത് ഇമ്മീഡിയറ്റ് ആക്സസിബിൾ ആയിട്ട് മറ്റേ സിസ്റ്റം ചികിത്സാ രീതി ശ്രമിക്കാമെന്നും ആദ്യമേ അലോപ്പതി ചികിത്സ സ്വീകരിക്കാതെ ചെറിയ അസുഖങ്ങൾക്ക് നമ്മളിലുള്ള വൈറ്റൽ ഫോഴ്സിനെ ശക്തിപ്പെടുത്തി രോഗം അതിന്റെ രീതിയിൽ മാറാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുകയാണ്. അതിന്റെ കൂടെ അവയർനെസ് എല്ലാവരിലും എത്തിക്കുകയാണ് ഈ ഇങ്ങനെയുള്ള ഒരു കോലൊക്കേഷൻ എന്നുള്ള ഒരു ചിന്താഗതിയിൽ വരുന്നത്. പബ്ലിക് ഹെൽത്ത് ഇന്റർവെൻഷൻസിലും ഹോമിയോപ്പതി സാധ്യതകളുണ്ട്. അതായത് സ്ക്രീനിങ് പ്രോഗ്രാംസ്, ജീനസ് എപ്പിഡമിക്കസ്, ഹെൽത്ത് പ്രൊമോഷൻ, പിന്നെ ചില കണ്ടീഷൻസ് ആയിട്ടുള്ള ഒബിസിറ്റി, ഡ്രഗ് അഡിക്ഷൻ, ടുബാക്കോ അഡിക്ഷൻ, ആൽക്കഹോൾ അഡിക്ഷൻ, സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻസ്, ഇവിടെ ഹോമിയോപ്പതിക്ക് വളരെയധികം സാധ്യതകളുണ്ട്. പിന്നെ ഹോമിയോപ്പതി ഇന്റൻസീവ് കെയർ ആൻഡ് എമർജൻസി മെഡിസിനിലെ ഗോൾഡൻ അവർ യൂട്ടിലൈസേഷനിലും ചിലയിടങ്ങളിൽ വളരെയധികം സാധ്യതകളുണ്ട്. സ്പോർട്സ് മെഡിസിനിലും അതുപോലെയാണ്. എൻ്റെ ഒരു വിഷൻ ഹോമിയോപ്പതിയുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു പ്രൊപ്പോസൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്. അത് ഒരു NIH സാറ്റലൈറ്റ് കേന്ദ്രമായ നരേല അതിനു വേണ്ടി തയ്യാറെടുക്കപ്പെട്ടതാണ്. പക്ഷെ എന്തോ അത് നടന്നില്ല. അപ്പൊ അത് നല്ല രീതിയിൽ ഇപ്പോൾ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ശ്രമങ്ങളും പുതിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്, ആയുർവേദത്തിന് ഓൾറെഡി അവർ കിട്ടിക്കഴിഞ്ഞു. ഇപ്പൊ സാറ് പറഞ്ഞ മാതിരി ഇന്റർനാഷണൽ ലെവലിലുള്ള റിസർച്ച് മേഖലയിലും അവർ പിടിച്ചെടുത്തു. നമ്മളും അതിനൊപ്പം കിടപിടിച്ച് മത്സരിച്ച് നിൽക്കേണ്ടതാണ്. ഇതിനു പുറമെ പലയധികം സ്കീമുകൾ ആയുഷിലുണ്ട്. അത് എല്ലാ ഹോമിയോപ്പതിക് ഫ്രറ്റേണിറ്റിയും അത് അറിഞ്ഞിരിക്കണം. എല്ലാവർക്കും ആ അറിവ് കൊടുക്കേണ്ടതുമാണ്. അത് സ്കൂൾ തലത്തിലും പിന്നെ CME തലത്തിലും ഒക്കെ ഈ അറിവുകൾ എല്ലാവരിലും എത്തിക്കേണ്ടതാണ്. പിന്നെ അതേമാതിരി സെന്റർ ഓഫ് എക്സലൻസും എക്സ്ട്രാമ്യൂറൽ റിസർച്ച് പ്രോഗ്രാംസും ഒക്കെ അതിനുള്ള സാധ്യതകൾ വളരെയധികം ഉണ്ട് ഹോമിയോപ്പതിയിൽ. പക്ഷെ എനിക്ക് തോന്നുന്നു ഹോമിയോപ്പതിയിൽ അത് വരാത്തതിന് കാരണം കറക്റ്റായിട്ടൊരു ഡ്രഗ് ടെസ്റ്റിംഗ് ലാബ് അല്ലെങ്കിൽ ഡ്രഗ് മാനുഫാക്ചറിങ് ഗവൺമെന്റ് സെക്ടറിൽ ഇല്ലാത്തതാണ്. അതായത് സ്റ്റാൻഡേർഡൈസേഷൻ ഇല്ല, അതുകൊണ്ട് അത് കൊടുക്കാൻ പറ്റില്ല, മരുന്നുകൾ അവിടേക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു വളരെയധികം പ്രാധാന്യം ആ മേഖലയിൽ നമ്മൾ ആദ്യം ഊന്ന് പിടിച്ച് ബാക്കിയുള്ളതെല്ലാം നമ്മൾ വികസിച്ചെടുക്കണം. പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ ടെക്നോളജി വളരെയധികം എല്ലാത്തിലും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കണം. കഴിഞ്ഞ ദിവസം കൽക്കട്ടയിലുള്ള NIH ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് ഇടയുണ്ടായി. അവിടെ ദിവസവും ഒരു 2000 to 3000 രോഗികളാണ് വരുന്നത്. അതൊക്കെ നമ്പേഴ്സ് വളരെ നല്ലതായിട്ട് ഇരിക്കുന്നു. പക്ഷെ രോഗികളുടെ അവസ്ഥ, അവിടെ വരുന്നവർക്ക് രജിസ്ട്രേഷനും ഒരു വെയിറ്റിംഗ് ടൈമും മെഡിസിൻ കിട്ടാനുള്ള ടൈമിങ്ങും ഒക്കെ വളരെ കൂടുതലാണ്. അപ്പൊ അതിനൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ഏർപ്പെടുത്തിയേ പറ്റൂ. പേഷ്യൻസിനോട് കുറച്ചുകൂടെ അവരെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി കൊടുക്കണം നമുക്ക്. പിന്നെ വാല്യൂ ബേസ്ഡ് ട്രീറ്റ്മെന്റ് എന്നുള്ള ഒരു ചികിത്സാ പദ്ധതി നല്ലതാണ്. അതായത് കിഡ്നി സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ അവസാനം ആ സ്റ്റോൺ പൂർണ്ണമായി മാറി എന്നുള്ള ഇതിലേക്കുള്ള ഒരു ഹെൽത്ത് മോഡലും ആ പേഷ്യൻസിന്റെ ഒരു അവര് വളരെയധികം സാറ്റിസ്ഫിക്കേഷൻ കിട്ടുന്ന ഒരു രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് ഹോമിയോപ്പതിക്ക് ഉള്ളത്. ആ രീതിയിലും നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. WHO കോൺസെപ്റ്റ് ഓഫ് ഐഡിയൽ ഹെൽത്ത് കെയറിൽ ഹോമിയോപ്പതിയിലൂടെ ക്യൂർ ജെന്റ്ലി, സേഫ്ലി, പെർമനന്റ്ലി
ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ഒക്കെ കുറയ്ക്കാം, ഡിസീസ് ബേർഡൻ കുറയ്ക്കാം. അതേമാതിരി പ്രിവെന്റീവ് കോൺസെപ്റ്റ് അവരുടെ നമ്മുടെ ഇമ്മ്യൂൺ ബൂസ്റ്റേഴ്സും ജീനസ് എപ്പിഡെമിക്കസും ഹെൽത്ത് പ്രൊമോഷനിലൂടെ നമുക്ക് കൈവരിക്കാം. അതേമാതിരി തന്നെ ഇപ്പൊ വേറെ ഒരു ചെറിയൊരു ആയുഷിലെ ഹോമിയോപ്പതിക്ക് ഇന്ത്യൻ ട്രഡീഷണൽ തോട്ട് ഇല്ല എന്നുള്ള ഒരു പോയിന്റില് ഈ കാര്യം നമുക്ക് സ്ട്രെസ് ചെയ്ത് പറയാം. അതായത് സ്പിരിച്വൽ ആൻഡ് മെന്റൽ വെൽനെസ്സും കൂടെ ഹോമിയോപ്പതിയിലൂടെ അച്ചീവ് ചെയ്യും. അതിന്റെ കൂടെ നമ്മുടെ ആ വ്യൂ ഓഫ് കോൺസെപ്റ്റ് വൈറ്റൽ ഫോഴ്സും വളരെ അത് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ ഹോമിയോപ്പതിക്ക് കുറേ അധികം പ്രാധാന്യം ആയുഷ് സിസ്റ്റത്തിൽ കിട്ടുന്നതാണ്. പക്ഷെ നേരെ മറിച്ച് ഹോമിയോപ്പതി നമ്മൾ ഗ്ലോബൽ ലെവലിൽ പോയി ഇന്റർനാഷണൽ ലെവലിൽ പോയി കഴിഞ്ഞാൽ ഈ ആ കൺട്രീസിന്റെ പേര് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ക്യൂബ, അർജന്റീന, ബ്രസീൽ, ചിലി, ടർക്കി, പെറു, ബൊളീവിയ, മെക്സിക്കോ. ഇവര് ആയുഷ് സിസ്റ്റം പറയുമ്പോൾ അവര് പറയുന്ന ആദ്യം വേണ്ടത് ഞങ്ങൾക്ക് ഹോമിയോപ്പതിയാണ്. അപ്പോൾ അത് എല്ലാവരും അറിയണം. ഹോമിയോപ്പതിക്ക് നമ്മുടെ ഇന്ത്യയുടെ പുറമെ വേറെ കുറെ രാജ്യങ്ങൾ വളരെയധികം സാധ്യതയുള്ള കൺട്രീസ് ആണ് ഇതെല്ലാം. റിസർച്ച് മേഖലയിൽ നമ്മൾ റിസർച്ചിനെ വളരെയധികം ഫണ്ടിങ് ഗവൺമെന്റിന്റെ ഫണ്ട് അവർ കൊടുക്കുന്നതാണ്. പക്ഷെ അത് ഹൈ ക്വാളിറ്റി റിസർച്ച് ആണ് നമ്മൾ നടത്തുന്നത്. നമ്മുടെ ആ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒക്കെ ക്വാളിറ്റി കുറച്ചുകൂടെ നല്ലതാക്കി ഇന്റഗ്രേറ്റീവ് മെഡിസിൻ അതിനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമ്മൾ സാധ്യതകൾ നോക്കേണ്ടതാണ്. അതേമാതിരി ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഇൻഫ്രാസ്ട്രക്ചറും അവരുടെ ആ കോർഡിനേറ്റിംഗ് കപ്പാസിറ്റി, കൊളാബറേറ്റിംഗ് റിസർച്ച് ചെയ്യുന്നതും അവരുടെ പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെന്റേഷനും അതിൻ്റെ ഉള്ള പോളിസീസും ഒക്കെ ഡെവലപ്പ് കുറെ കൂടെ ബെറ്റർ ആയിട്ട് നടത്തണം. ഇതെല്ലാം കഴിഞ്ഞ് സെൻട്രലി മോണിറ്റർ ചെയ്യണം ഇവര് എന്താണ് ചെയ്തിരിക്കുന്നത്. അതിനുള്ള ഡിജിറ്റൽ ടെക്നോളജീസും ഔട്ട്കം മോണിറ്ററിംഗ് ഫ്രെയിംവർക്ക് നടത്തി എന്താണ് ഇവരുടെ ഔട്ട്കം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി എടുക്കുകയും അത് പബ്ലിക്കിനും പ്രൊഫഷനും വേണ്ടി ഉതകുന്ന രീതിയിൽ നമുക്കത് മാറ്റിയെടുക്കാനുള്ള ഒരു സാധ്യതകളൊക്കെ ഫെസിലിറ്റേറ്റർ എന്നുള്ള നിലയിൽ ഞാൻ പ്രവർത്തിക്കാനായിട്ട് ബാധ്യസ്ഥയാണ്. ഈ അപ്ഡേറ്റഡ് കാര്യങ്ങളും ബെറ്റർ ഡിസിഷൻ മേക്കിങ്ങും പോളിസി മേക്കിങ്ങും ഒക്കെ ഇതിൽ വലിയ ഇത് നടത്തുന്നു. പിന്നെ വേറെ ഒരു കാര്യം, ഞാൻ CGHS വന്നതാണ്. അത് അവിടെ തന്നെ ആ ഒരു രീതിയിൽ മാത്രമേ CGHSന്റെ കാര്യങ്ങൾ ആലോചിക്കുന്നുള്ളൂ. അതിന്റെ പുറമെ ഒരു CCRH, NIH എന്നൊന്നും നമുക്ക് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഈ ഒരു സ്ഥാനത്ത് വന്നപ്പോൾ വളരെയധികം ഞാൻ മനസ്സിലാക്കുന്നു എല്ലാ സ്ഥാപനവും നമ്മുടെ ഹോമിയോപ്പതിയുടെ സ്ഥാപനങ്ങളുമായിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തണം. അതിന്റെ കൂടെ അവിടെ എന്താണ് നടക്കുന്നത് എന്ന് എല്ലാ കൂട്ടരും അറിയേണ്ടതാണ്. NIHലും നടക്കുന്നത് എന്താണ്, CCRHൽ എന്താണ് നടക്കുന്നത്, LCHന്റെ എന്താണ് ഡ്യൂട്ടീസ്, മിനിസ്ട്രി ഓഫ് ആയുഷിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്. ആ ഇന്റർ ഡിസിപ്ലിനറി എക്സ്പോഷർ എമംഗ് ഹോമിയോപ്പതി. അതിന്റെ കൂടെ നമ്മുടെ കോട്ടയത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ അതായത് എഡ്യൂക്കേഷനും റിസർച്ചും ഒപ്പം നടത്തി പോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതേമാതിരി നമ്മുടെ കോളേജസിലും ഓരോ റീജിയണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ഒക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്താൽ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കുറെ കൂടെ അതൊരു നല്ല ഒരു വികസന ചിന്താഗതി ഉടലെടുക്കുന്നതാണ്. അതേമാതിരി നമ്മളെ ക്ലിനിക്കൽ രജിസ്ട്രിയും റെപ്പോസിറ്ററി, അതായത് റെപ്പോസിറ്ററിയെ പറ്റിയിട്ട് ആരും അധികം കേട്ടിട്ടില്ല. നമുക്ക് ഏതൊക്കെ കേസസ് ആണ് വിജയിച്ചിരിക്കുന്നത് അതെല്ലാം ഒരു CCRHന്റെ ഒരു സൈറ്റ് ഉണ്ട്, HCCR എന്ന് പറഞ്ഞ്. അവിടെ ആ ഡാറ്റാസ് എല്ലാം ഡോക്യുമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ഡാറ്റ കളക്ഷൻസ് കിട്ടും. നമ്മുടെ ആ ഒരു ട്രഷർ എന്ന് പറയുന്നത് ആ ഡാറ്റ വെൽത്ത് ആണ്. ഏതൊക്കെ കേസസ് ആണ് ഹോമിയോപ്പതിയിലൂടെ എത്ര കേസസ് ആണ് മാറിയത്, അത് പിന്നെയുള്ള കാര്യത്തിന് നമുക്ക് വളരെയധികം നല്ലതായിരിക്കും. എഡ്യൂക്കേഷൻ മേഖലകളിൽ പോയാൽ നമ്മൾ പ്രസന്റ് സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ, അതായത് അണ്ടർ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്, സൂപ്പർ സ്പെഷ്യാലിറ്റി കോഴ്സസ് ഒക്കെ നടക്കുന്നുണ്ട്. അതെല്ലാം അതിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അധികം നന്നായിട്ട് നോക്കണം. അതിനുള്ള ശ്രമങ്ങളും നടത്തണം. പ്രൊപ്പോസൽ ഫോർ ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്സലൻസും അങ്ങനെയുള്ള പല നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സും നമുക്ക് വേണ്ടതാണ്. പിന്നെ കോമ്പിറ്റൻസി ബേസ്ഡ് ഡൈനാമിക് കറിക്കുലമാണ് ഇപ്പൊ എല്ലായിടത്തും നടക്കുന്നത്. അത് കുട്ടികളെ കുറെ കൂടെ അതിനെപ്പറ്റി ബോധവൽക്കരിക്കണം. അവര്
ഹോമിയോപ്പതി എന്നുള്ള സിസ്റ്റത്തിൽ അഭിമാനപൂരിതമാവണം. കാരണം ഞാനിത് എടുത്തത് ഞാൻ അതായത് നല്ലതാണ്, അവർക്ക് അതിന് ഒരിക്കലും വിഷമം തോന്നരുത്. ആ രീതിയിൽ നമ്മൾ ടീച്ചേഴ്സും എല്ലാവരും ശ്രമിച്ച് വരും തലമുറകള് വളരെ നന്നായിട്ട് വെൽ സ്കിൽഡ് ആൻഡ് ആ എല്ലാവിധ ഹ്യൂമൻ പേഷ്യൻസിനെ നോക്കാനുള്ള എല്ലാ ക്വാളിറ്റീസും, അതായത് അവരുടെ ഇമോഷണൽ ഇന്റലിജൻസും മറ്റേ ഇന്റലിജൻസും എല്ലാം കറക്റ്റ് രീതിയിൽ പോയി കഴിഞ്ഞാൽ ഹോമിയോപ്പതിക്ക് നല്ലൊരു ഭാവി ഉണ്ടാവുന്നതാണ്. അതേമാതിരി ഫെസിലിറ്റേറ്റ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ സ്കിൽഡ് ഫാക്കൽറ്റി മെമ്പേഴ്സ്. നമ്മളുടെ ഇപ്പോഴത്തെ ഡോക്ടേഴ്സിനെയും അതേമാതിരി ടീച്ചേഴ്സിനെയും നല്ലപോലെ വീണ്ടും വീണ്ടും ട്രെയിനിങ് നടത്തി ഇപ്പോഴത്തെ എല്ലാ ഈവൻസിനെ പറ്റി അവര് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇത് പിന്നെ ഇതാണ് സെൽഫ് ലവ്, ബാലൻസിങ് ഓഫ് മൈൻഡ്, ഡെവലപ്പിംഗ് മോർ സ്കിൽസ് ഇൻ കമ്മ്യൂണിക്കേഷൻ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷനും, അതായത് അത് ആയുർവേദം എന്താണ്, ഹോമിയോപ്പതി എന്താണ്, സിദ്ധ എന്താണ്, അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തണം. അതേമാതിരി അലോപ്പതി സിസ്റ്റം ഉള്ളവരുമായിട്ട് ആശയവിനിമയം നടത്തണം. അതായത് ഞാൻ ഇതിനെ പറ്റിയിട്ട് ആയുഷിലേക്ക് വരുന്നതിന് മുമ്പ് കുറച്ച് ഹോംവർക്ക് മാതിരി ചെയ്തു. അതെനിക്ക് പറയാനായിട്ട് വലിയ സന്തോഷമുണ്ട്. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്നു റെഡ്യൂസിങ് ദ ബേർഡൺ ഓഫ് ദ ഡിസീസ് ഫ്രം, അതായത് അലോപ്പതിക്കാരെ എപ്പോഴും പറയും ഞങ്ങൾക്ക് നോക്കാൻ വയ്യ, അത്രയധികം പേഷ്യൻസ് വരുന്നു. പിന്നെ ട്രാഫിക് ഡൈവേർഷൻ, ഈ 2 പോയിന്റിൽ ഞാൻ ഒരു കാര്യം ചെയ്തു. ഞങ്ങളുടെ അഡീഷണൽ ഡയറക്ടറിന് എനിക്ക് സക്സസ്ഫുൾ ആയ കേസസുകൾ ഞാൻ സാധാരണ അങ്ങനെ നമ്മള് ക്ലിനിക്കൽ സൈഡിൽ ഇരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഇതിനെ പറ്റിയിട്ട് എല്ലാവരുടെ പറയാനുള്ള ഒരു സമയം കിട്ടാറില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു അതും വേണം എന്ന് പറഞ്ഞ് എനിക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കേസസ് ഞാൻ ADക്ക് അയച്ചു കൊടുത്തു വിത്ത് ഓൾ ദ റിപ്പോർട്ട്സ്. അപ്പൊ അവര് പറഞ്ഞു, എന്നാൽ ഇതെല്ലാവരും ഒന്ന് അലോപ്പതി ഡോക്ടേഴ്സിന് വേണ്ടി നിങ്ങളൊരു ക്ലാസ് ഇത് എടുക്കൂ. അത് എടുത്തു കഴിഞ്ഞപ്പോൾ ഉള്ള റെസ്പോൺസ് ആണ് നല്ല ഒരു റെസ്പോൺസ് ആയിരുന്നു. അപ്പൊ എല്ലാരും നിങ്ങൾക്ക് ഇതിനൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ട്. കാരണം കുറെ പേര് ഇത് അലോപ്പതി സിസ്റ്റക്കാര് അവർ ഇതിനെപ്പറ്റി അറിയുന്നില്ല, എങ്ങനെയാണ് ചികിത്സ നടക്കുന്നത്, എന്താണ് അതിന്റെ ഔട്ട്കം. നമ്മൾ അത് ഒരു ഫ്രണ്ട്ലി രീതിയിൽ എല്ലാവരും കൂടി ഇരുന്ന് അതിനെപ്പറ്റി ചർച്ച ചെയ്ത് മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ വേണം. എന്നാലേ ഇരു കൂട്ടർക്കും അത് ഗുണകരമായ ഒരു ഹെൽത്തി അറ്റ്മോസ്ഫിയർ ഹെൽത്ത് കെയറിൽ ഉണ്ടാവാനായിട്ട് പറ്റുള്ളൂ. പ്രൊഫഷണൽ ചാലഞ്ചസ് ആയിട്ട് വരുന്നത് കോലോക്കേഷൻ ഓഫ് ദ ഹോമിയോപ്പതിക് ഡിസ്പെൻസറീസ്. എല്ലാ നുക്ക് ആൻഡ് കോർണർ ഓഫ് ഇന്ത്യയിലും ആ കോസ്റ്റ് എഫക്റ്റീവ്നെസ് കൊണ്ട് നമ്മൾ ഹോമിയോപ്പതിക് ഡിസ്പെൻസറീസ് അവിടെ വെക്കുക. കാരണം ഇന്ത്യയുടെ യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് എന്നുള്ള കോൺസെപ്റ്റിൽ ഹോമിയോപ്പതി വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ട്. അതേമാതിരി തന്നെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങും ഒക്കെ പ്രാക്ടീഷണേഴ്സിന് കൊടുക്കേണ്ടതാണ്. എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ബിറ്റ്വീൻ ആയുഷ് ആൻഡ് മോഡേൺ മെഡിസിൻ ടു റെഡ്യൂസ് ദ ബർഡൻ ഓഫ് patients and by traffic diversion. Working with a mutual respect, understanding and integrating into the mainstream by a collaborative approach. ഇങ്ങനെയെല്ലാം നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് കുറെ കൂടെ കാരിയർ ഓപ്പർച്യൂണിറ്റീസ് നമുക്കും അതെ നമ്മുടെ വരുന്ന തലമുറകൾക്കും ഈ സ്പ്രെഡ് ഓഫ് ഹോമിയോപ്പതി പബ്ലിക് ഹെൽത്ത് കെയറിൽ വരുമ്പോഴും പ്രൈവറ്റ് സെക്ടറിൽ വരുമ്പോഴും കുറെ കൂടെ കാരിയർ ഓപ്പർച്യൂണിറ്റീസ് വരുന്നതാണ്. റെഗുലേഷൻസ്, ഇവിടെ റെഗുലേഷൻസ് മുൻപ് സംസാരിച്ച ഡോക്ടർമാർ പറഞ്ഞു നമ്മളെ പറ്റിയിട്ടുള്ള അനാവശ്യ കുറെ ഇത് വരുന്നുണ്ട്, കമന്റ്സ് വരുന്നുണ്ട്. അതിനുള്ള റെഗുലേഷൻസ് മിനിസ്ട്രി ഓഫ് ആയുഷിലുണ്ട്. അതൊക്കെ കുറെ കൂടെ ശക്തമായിട്ട് നടപ്പിലാക്കേണ്ടതാണ്. അതേമാതിരി ഒരു യൂണിഫോം സ്റ്റാൻഡേർഡ്സ് ഇൻ ദ ഹോമിയോപ്പതിക് എഡ്യൂക്കേഷൻ വേണം. കോമ്പിറ്റൻസി, ഡൈനാമിക്, എക്സ്പെരിമെന്റൽ ആൻഡ് ക്ലിനിക്കൽ ഓറിയന്റഡ്. NCHനെ നമ്മൾ റെഗുലേറ്ററി പോളിസീസിൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. ആൻഡ് കമ്പൽസറി രജിസ്ട്രേഷൻ ഓഫ് ദ ക്വാളിഫൈഡ് പ്രാക്ടീഷണേഴ്സ്. കാരണം ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവര് എഡ്യൂക്കേഷനിൽ അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. അവര് വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി കൊടുക്കുന്നതിലാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആ രീതിയെല്ലാം നമ്മൾ മാറ്റണം. അതേമാതിരി കുറെ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ കുറെ ടീച്ചിങ് ഫാക്കൽറ്റീസിന്റെ ഇതുണ്ട്, വേക്കൻസീസ് ഉണ്ട്. അത് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ അമെൻഡ്മെന്റ് ഓഫ് റിക്രൂട്ട്മെന്റ് റൂൾസ് അവിടെ ആവശ്യമാണ്. എന്നാലേ ആ ഇപ്പൊ പഠിക്കുന്ന കുട്ടികളുടെ ടീച്ചേഴ്സ് ആയിട്ട് അവിടെ അപ്പോയിന്റ്മെന്റ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ പുതിയ ടീച്ചേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ട്. ഇതെല്ലാം വളരെയധികം ശ്രമിക്കുന്നുണ്ട്. എനിക്ക് എല്ലാം
ഈ ഓരോ കാര്യങ്ങളിൽ ചെയ്യുമ്പോഴും എല്ലാത്തിലും ഒരു ചലഞ്ചായിട്ടാണ് വരുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്തുകൂടെ എന്നുള്ളതും ഒക്കെ. അതായത് വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയപ്പോൾ അവിടെ IP ഫങ്ഷൻ ആയിട്ടില്ല. കാരണം അവർ പറയുന്നത് അവിടെ കിച്ചൺ ഫെസിലിറ്റി തുടങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് IP ഇല്ല. IP ഇല്ലാത്തത് കൊണ്ട് അവിടെ പഠിക്കുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് സഫർ ചെയ്യുന്നു എന്നുള്ളത് എനിക്കും ബാക്കിയുള്ളവർക്കും മനസ്സിലാവുന്നുണ്ട്. അവിടെയുള്ളവർ ആ ഒരു ചെറിയ റീസൺ അവർക്ക് പെട്ടെന്ന് അവിടെ ശരിയാക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു മൊബിലൈസേഷൻ നമ്മളെല്ലാം അറിഞ്ഞുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് കൊണ്ട് കൂടുതൽ വിമർശിക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് അപാകത, അവർക്ക് എന്താണ് ബ്ലോക്കേജ് വരുന്നത്, അതെല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസിൽ കൂടെ നമുക്ക് എല്ലാം പരിഹരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. വേറെ ഒരു കാര്യം, സെപ്പറേറ്റ് രജിസ്ട്രി ഫോർ ദ ഹോമിയോപ്പതിക് ഫാർമസിസ്റ്റ്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കോഴിക്കോടും ട്രിവാൻഡ്രത്തും നടത്തിയ ഫാർമസി കോഴ്സിൽ വളരെ നല്ല ഫാർമസിസ്റ്റുകളെ നമുക്ക്, ഹോമിയോപ്പതിക് ഫാർമസിസ്റ്റിനെ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. പക്ഷേ അവർ അലോപ്പതി ആയിട്ട് നോക്കുമ്പോൾ അവർക്ക് 2 years ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ആ ഫാർമസിസ്റ്റ് എന്നുള്ള സ്റ്റാറ്റസ് കുറവാണ് ഈ കോലോക്കേറ്റഡ് ഡിസ്പെൻസറീസിൽ വരുന്നത്. അപ്പൊ അതും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് അവർക്ക് വേണ്ട ഒരു രജിസ്ട്രി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കുറെ കൂടെ അഭിമാനത്തോടു കൂടി ജോലി ചെയ്യാൻ പറ്റും. നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് ആണ് അടുത്തത്. അത് നമ്മളുടെ ഈ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് കൊണ്ട് സാധാരണ ജനങ്ങളുടെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കാൻ പറ്റും. പിന്നെ 7% രോഗങ്ങളും ഹോമിയോപ്പതിക് സെന്റേഴ്സിലാണ് വരുന്നത്. ആ ഒരു റീസൺ കൊണ്ട് തന്നെ ഹോമിയോപ്പതിയെ വളരെയധികം നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. പിന്നെ ആ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോപ്പറേഷൻ കൊണ്ട് അവർ എല്ലാ സിസ്റ്റവും തമ്മിലുള്ള പ്രോഗ്രാംസിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് മുന്നോട്ട് പോകാം. ഇത്രയും ഒരു ചെറിയൊരു ഇതിലാണ് എനിക്ക് തയ്യാറാക്കാൻ പറ്റിയത്. അവസാനമായിട്ട് എനിക്കുള്ള പ്രാർത്ഥന, ലെറ്റ് ഓൾ ബി ഹാപ്പി, ലെറ്റ് ഓൾ ബി ഹെൽത്തി, എവരിവെയർ ദ ടീം വർക്ക് വിൻസ്. അതാണ് നമ്മുടെ ഉബുണ്ടു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ മേ ഐ റെക്കഗ്നൈസ് ദ ഡിവൈൻ സ്പാർക്ക്. നമ്മളുടെ ഉള്ളിലുള്ള ആ ഡിവൈൻ സ്പാർക്ക് അതേമാതിരി ബാക്കിയുള്ളവരിലും അതേ സ്പാർക്ക് തന്നെയാണ് എന്നുള്ള മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മൾ കുറെ കൂടെ ബെറ്റർമെന്റ് ആയിട്ട്, അത് ഫോസ്റ്ററിങ് കമ്പാഷൻ ആൻഡ് യൂണിറ്റി, എന്നാലേ നമുക്ക് എല്ലാവർക്കും കൂട്ടത്തോടെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച്. പരമാർത്ഥത്തിൽ പരനും ഞാനും ഭവാനും ഒന്നല്ലേ, ഇത് വളരെ നന്നായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പറയുകയുണ്ടായി. ഇപ്പൊ നമുക്ക് വിദ്യാരാജ കോളേജ് നേമത്തെ ന്യൂറോ ഡെവലപ്മെന്റ് സെന്റർ ഉണ്ട്, വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് ജനനി പ്രോജക്ട് വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. പാലിയേറ്റീവ് കെയർ ഡോക്ടർ ബിന്ദു ജോൺ ഇന്റർനാഷണൽ സ്ഥാനമാണ്, ഇപ്പൊ അമേരിക്ക കോൺഫറൻസിന് പോയിരിക്കുന്നു. പക്ഷെ നമ്മുടെ സമൂഹം അറിയുന്നില്ല. അങ്ങനെ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. നമുക്ക് പരിപാടി അവസാന സഹായമായി റൂറൽ ഡെവലപ്മെന്റ് കമ്മീഷൻ സ്ഥാനത്ത് നിന്ന് വിരമിച്ച പരീത് ബാവഖാൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സാർ പ്ലീസ്, നന്ദി പറയാനുണ്ട്. അൺമ്യൂട്ട് ചെയ്യണേ സാറേ, അൺമ്യൂട്ട് ചെയ്യണേ. മൈക്ക് സിമ്പൽ ഉണ്ട് സാർ. ഓക്കെ സാർ, ഓക്കെ. കേൾക്കാമല്ലോ. ബഹുമാനപ്പെട്ട വെബ്സൈറ്റ് സാർ, നമ്മുടെ മുഖ്യാതിഥി ഡോക്ടർ പ്രീത, മറ്റ് വിശിഷ്ടാതിഥികളെ, സമയം കുറവായതുകൊണ്ട് എൻ്റെ വോട്ട് ഓഫ് താങ്ക്സ് വളരെ കുറയ്ക്കുകയാണ്. എന്നിരുന്നാൽ പോലും ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് അങ്ങേയറ്റത്തെ അഭിമാനം തോന്നുകയാണ്. നമ്മുടെ മുഖ്യാതിഥി പ്രീത ഒരു അഡ്മിനിസ്ട്രേറ്റർ കൂടാതെ ഒരു അക്കാഡമിഷ്യൻസ് ആൻഡ് ഹെൽത്ത് എക്സ്പേർട്സും കൂടെയാണ്. അതിൻ്റെ വെളിച്ചത്തിൽ ഈ ഹോമിയോപ്പതി എന്ന് മാത്രമല്ല ഹെൽത്ത് ആസ്പെക്ട്സിൽ വരാവുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള നല്ലൊരു അനാലിസിസാണ് നടത്തിയത്. കവറിങ് എഡ്യൂക്കേഷൻ, ട്രീറ്റ്മെൻറ്റ്, റിസർച്ച്, പിന്നെ ടെക്നോളജിയായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്താം, അതുപോലെ തന്നെ മറ്റ് ഹെൽത്ത് സിസ്റ്റവുമായിട്ട് നമുക്ക് ഏത് രീതിയിൽ കോപ്പറേറ്റ് ചെയ്യാം, അത് രോഗികളെ ഏത് രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പറയുകയുണ്ടായി. വളരെ വിജ്ഞാനപ്രദമായ ഒരു പ്രസൻറ്റേഷനായിരുന്നു. ഹൃദയത്തിൻ്റെ ഭാഷയിൽ, ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഞാൻ അവർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവിധ വിജയങ്ങളുണ്ടാകട്ടെ. നമ്മുടെ ഹോമിയോപ്പതിയെ അങ്ങേയറ്റം മുമ്പോട്ട് കൊണ്ടുപോകാൻ
അവർക്ക് സാധിക്കും എന്നുള്ളത് ഇന്ന് തെളിഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട സൈഡ് സാറിനെ കൃത്യമായിട്ട് പറയേണ്ട കാര്യമില്ല. അദ്ദേഹമാണല്ലോ നമ്മൾ നയിക്കുന്നത്. അദ്ദേഹത്തിന് ആദരവോടുകൂടി എൻ്റെ ബഹുമാനത്തോടുകൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. പിന്നെ നമുക്കിന്ന് എത്തിച്ചേർന്ന എല്ലാവരും തന്നെ വിജയൻ സാറ്, അജയ്കുമാർ സാറ്, സുഗതൻ സാറ്, നമ്മുടെ വൈസ് പ്രസിഡന്റ് ഷാജി കുടിയേറ്റ്, ഇവരെല്ലാം തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ടൊരു പ്രസൻറ്റേഷനാണ് ശരിക്കും തന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂർ പോരാ എന്നുള്ളത് ഇപ്പോൾ വളരെ ക്ലിയറായി. നമ്മുടെ പ്രീത മാഡം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഡിസ്കഷൻ തന്നെ നടത്തേണ്ടതായിട്ടാണുള്ളത്. പക്ഷെ അതിന് നമുക്ക് സമയമില്ലാതെ പോയി എന്നുള്ളൊരു കുറവുണ്ട്. എന്നാലും സാരമില്ല, ഇനിയും നമ്മുടെ സെഷനിൽ കൊണ്ടുവരികയും ഇതൊരു ഓൺലൈൻ അല്ലാത്ത രീതിയിൽ തന്നെ ഒരു ഡിസ്കഷൻ വേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ശൈല സ്വാഗതം പറഞ്ഞ ശൈല ഉണ്ട്. പിന്നെ ഇങ്ങനെയുള്ള കേരള പ്രവചനം പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യുന്ന മനോജിനെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. അദ്ദേഹത്തിന് നന്ദി പറയുന്നില്ല, പ്രശംസ മാത്രം നൽകുകയാണ്. നമ്മുടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിസ്തരിക്കുന്നു. സമയം കുറവായതുകൊണ്ട് കൂടുതൽ നീട്ടുന്നില്ല. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ആൾ. ഗുഡ് നൈറ്റ്. റഷ്യയിൽ എമർജൻസി മെഡിസിൻ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറുണ്ട്, നമ്മുടെ IFPHൽ വന്നിട്ടുണ്ട്. അപ്പൊ അവരുമായിട്ട് ഗവൺമെന്റ് തലത്തിൽ കമ്മ്യൂണിക്കേഷൻ സാധ്യമെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഈ പ്രതീക്ഷയോടെ ഈ പരിപാടിയോട് അവസാനിപ്പിക്കുന്നു. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഡോക്ടർ പ്രീത നമ്മുടെ അടുത്ത് പറഞ്ഞ അർജന്റീന, ബ്രസീൽ, ചിലി, ബൊളീവിയ, ഈ രാജ്യങ്ങളൊക്കെ ആയിട്ട് IUPHന് വളരെ നല്ല അടുപ്പമുണ്ട്. അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് നടത്തി ഹോമിയോപ്പതി നമ്മൾ ഇൻ്റർനാഷണൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ IUPH ഒരു വേദിയാക്കാൻ നമുക്ക് സന്തോഷമുണ്ട്. ഈ രാജ്യങ്ങളെല്ലാമായിട്ട് നമ്മൾ അധികം കണക്റ്റഡ് ആണ്. അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു.